ഈ ഒരു വീഡിയോ ലെസണിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫേസ്ബുക്ക് ആഡ്സിനെ കുറിച്ചാണ്. അതായത് എൻഗേജ്മെന്റ് ആഡ് അല്ലെ, നമ്മൾ ഒരുപാട് എൻഗേജ്മെന്റ് ആഡുകളെ കാണാറുണ്ടാവും അല്ലെ. അപ്പൊ നമുക്കിനി നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് എങ്ങനെ എൻഗേജ്മെന്റ് ആഡ് ചെയ്യാം? എൻഗേജ്മെന്റ് ആഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ പോസ്റ്റ്, നമ്മുടെ വീഡിയോസ് തുടങ്ങിയവയ്ക്കൊക്കെ കൂടുതൽ ലൈക്സ്, കൂടുതൽ കമന്റ്സ്, എൻഗേജ്മെന്റ് കൂട്ടുക. ഓക്കെ, അത് നമ്മുടെ എക്സാക്ട് ഓഡിയൻസിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് ആൻഡ് സർവീസസിന്റെ പരസ്യങ്ങളോ പോസ്റ്റുകളോ എത്തിച്ചിട്ട് അതിന് എൻഗേജ്മെന്റ് കൂട്ടുക. ഓക്കെ, അപ്പൊ അത്തരം അഡ്വർടൈസ്മെന്റുകൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഈ ഒരു വീഡിയോ ലെസണിലൂടെ നമുക്ക് പഠിക്കാം. അതിനായിട്ട് ആഡ്സ് മാനേജർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദെൻ ക്രിയേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് കാണുന്ന എൻഗേജ്മെന്റ്, ഓക്കെ, ചൂസ് എ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്, എൻഗേജ്മെന്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, വാട്സ്ആപ്പ്, വീഡിയോ വ്യൂസ്, പോസ്റ്റ് എൻഗേജ്മെന്റ്, കൺവേർഷൻ കോൾസ്, ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ മാനുവൽ എൻഗേജ്മെന്റ്. ദെൻ യെസ്, ഫസ്റ്റ് നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ക്യാമ്പയിൻ നെയിമാണ്. ഓക്കെ, ക്യാമ്പയിൻ നെയിം സെറ്റ് ചെയ്യാം. ഞാൻ നോർമലി പറയാറുണ്ട് നമ്മളെ ലൊക്കേഷൻ കൊടുക്കാം, എന്ത് ടൈപ്പാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേരള ആഡ്. അപ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും നെയിം കൊടുക്കുന്നത്. ഓക്കെ, ന്യൂ എൻഗേജ്മെന്റ് ക്യാമ്പയിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആണ്, ഓൾ കേരളയാണ് ആഡ് പോകുന്നത് ഇന്ന ഡേറ്റിന്. ഓക്കെ, എനിവേ അത് കറക്റ്റ് ആണ്. ദെൻ ശേഷം നമുക്ക് വരുന്ന സമയത്ത് എല്ലാം ചെക്ക് ചെയ്യുക, എൻഗേജ്മെന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുന്ന സമയത്ത് നമ്മുടെ 4 ടൈപ്സ് ഓഫ് കാറ്റഗറി ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് കാറ്റഗറി ആണെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുക, അതല്ലെങ്കിൽ വിട്ടേക്കുക. ഓക്കെ, ദെൻ എ ബി ടെസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒരേ സമയം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ആഡുകൾ റൺ ചെയ്തിട്ട് ബെസ്റ്റ് ചൂസ് ചെയ്യാവുന്ന ഓപ്ഷനാണ്. എനിവേ നെക്സ്റ്റ് പ്രസ് ചെയ്യാം. ഫസ്റ്റ് റീനെയിം ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ജസ്റ്റ് സെലക്ട് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്യുക. ദെൻ മെസ്സേജ് ഡെസ്റ്റിനേഷൻ, നമ്മൾ കൊടുക്കുന്നത് മെസ്സേജ് എൻഗേജ്മെന്റ് ആഡ് ആണല്ലേ. എൻഗേജ്മെന്റ് ആഡ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏത് ടൈപ്പ് കൺവേർഷൻ ആണ്, നമ്മുടെ റിസൾട്ട് എങ്ങനെയാണ് വരേണ്ടത്. ഇപ്പോൾ ഏതെങ്കിലും വാട്സപ്പിലേക്കോ മെസ്സഞ്ചറിലേക്കോ ഇൻസ്റ്റാഗ്രാമിലേക്കോ മെസ്സേജ് ആണെങ്കിൽ ഈ ഒരു ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണാൻ പറ്റും ഏത് ഓപ്ഷൻ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ഡെസ്റ്റിനേഷന് പകരം മാനുവൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാം ഏതിലേക്ക് എൻക്വയറീസ് വരണം അല്ലെങ്കിൽ മെസ്സേജ് വരണം എന്നുള്ളത്. ഇനി വാട്സപ്പ് ആണ് കൊടുക്കുന്നതെങ്കിൽ വാട്സപ്പ് മാത്രം ടിക്ക് ചെയ്താൽ മതി, ബാക്കിയുള്ളതൊക്കെ അൺടിക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വാട്സപ്പിലേക്ക് മാത്രം മെസ്സേജ് വരും. അത് തന്നെ നോക്കുന്ന സമയത്ത് നമ്മൾ ട്രാഫിക് ആഡ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും കുറച്ചൊക്കെ വരിക. നമുക്ക് മെസ്സേജ് ആണ് കൂടുതൽ. അപ്പോൾ മെസ്സേജിൽ കൺവേർഷൻ ആണെങ്കിൽ കൺവേർഷൻ കൊടുക്കുക, ലിങ്ക് ക്ലിക്സ് ആണ് ലിങ്ക് ക്ലിക്സ് കൊടുക്കുക. ഓക്കെ, അതാണ് ഇവിടെയുള്ള മെയിൻ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. എനിവേ മെസ്സേജ് ഡെസ്റ്റിനേഷൻ ഒഴിവാക്കി ഓൺ യുവർ ആഡ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ പേജിൽ ഏതെങ്കിലും പോസ്റ്റുകളോ വീഡിയോസോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റിനെയും അതുപോലെ തന്നെ വീഡിയോനെയും ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ മാക്സിമം ഗെറ്റ് പീപ്പിൾ ടു വിച്ച് വാച്ച് എ വീഡിയോ ഓർ ഇന്ററാക്ട് വിത്ത് യുവർ പോസ്റ്റ് ഓർ ഇവന്റ്. നമ്മൾ എന്തെങ്കിലും പോസ്റ്റോ വീഡിയോ ഉണ്ടെങ്കിൽ അതിനായിട്ട് കൂടുതൽ ആളുകൾ ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് പറയുന്നത് കോൾസ് ആണ്, കോൾസ് ഓപ്ഷൻ. അപ്പൊ ഈ ഒരു എൻഗേജ്മെന്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഗോൾസ് എന്ന് പറയുന്നത് ഇത്രയും ഓപ്ഷൻസ് ആണ്. ദെൻ കോൾസ് ആണ് കൊടുക്കുന്നതെങ്കിൽ കസ്റ്റമേഴ്സ് നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ കാണിക്കുന്നുണ്ട് ഏകദേശം 229 മുതൽ 660 വരെ കോൾസ് വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് മാത്രമാണ്. നമ്മൾ അതൊരിക്കലും എക്സ്പെക്ട് ചെയ്യേണ്ട, അതിന്റെ ഉള്ളിൽ വരാൻ ചാൻസസ് അത്രേ ഉള്ളൂ. ഓക്കെ, ദെൻ കോൾസ് ഒഴിവാക്കിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓഡിയൻസ് നമ്മുടെ വെബ്സൈറ്റുമായിട്ട് എൻഗേജ് ചെയ്യുന്ന ഓപ്ഷൻ ആയിരിക്കും ഇതിൽ കിട്ടുന്നത്. അത് മാക്സിമൈസ് നമ്പർ ഓഫ് കൺവേർഷൻ അല്ലെങ്കിൽ ക്ലിക്സ്, ലാൻഡിംഗ് പേജ് വ്യൂസ്, ലാൻഡിംഗ് പേജ് ക്ലിക്സ്, യുണീക്ക് റീച്ച് ആൻഡ് ഇംപ്രഷൻ, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും. ഇതിൽ ഏതാണോ നമുക്ക് വേണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈപ്പ് ഓഫ് പാറ്റേണിലായിരിക്കും നമ്മൾ ആഡ് റൺ ചെയ്യുന്നത്, നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നതൊക്കെ. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. ഇതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോസിലും പറയാറുണ്ട്. നിങ്ങളുടെ പർപ്പസ് എന്താണ്, നിങ്ങളുടെ ടൈപ്പ് ഓഫ് ബിസിനസ് എന്താണ്, അതിനനുസരിച്ച് മാത്രമേ ഇതൊക്കെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ ആപ്പ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ആ ഫേസ്ബുക്ക് പേജിലേക്ക് കൂടുതൽ ലൈക്സും അതുപോലെ തന്നെ കസ്റ്റമർ എൻഗേജ്മെന്റും വരണം. പേജിലേക്കാണ്, പേജ് ഫോളോവേഴ്സ്, പേജ് ലൈക്ക് ഒക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ സോ പേജിലേക്ക് ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ,
ഓൾമോസ്റ്റ് നിങ്ങളുടെ ഗോളിനനുസരിച്ചിട്ട് ഇത് സെലക്ട് ചെയ്യുക. അപ്പം ഞാനിവിടെ ഫേസ്ബുക്ക് പേജിന് വരാം ഓൺ യുവർ ആഡ് ആണ് ഞാൻ ഒന്ന് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓൺ യുവർ ആഡിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്യണം വീഡിയോസ് ആണോ സെലക്ട് ചെയ്യുന്നത് പോസ്റ്റ് ആണോ എന്ന്. പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വ്യൂസ് കൊടുത്തിട്ട് കാര്യമില്ല, പോസ്റ്റ് എൻഗേജ്മെന്റ് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം പോസ്റ്റിന് വ്യൂസ് അല്ലല്ലോ, റീച്ച് ആണ് കൂടുതൽ നോക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് കൂടുതൽ പോസ്റ്റ് എൻഗേജ്മെന്റ് ആണെങ്കിൽ പോസ്റ്റ് എൻഗേജ്മെന്റ് കൊടുക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് വീഡിയോ ആണ് കയ്യിലുള്ളെങ്കിൽ വീഡിയോ വ്യൂസ് കൊടുക്കുക. അപ്പോഴാണ് വീഡിയോ വ്യൂസ് ആയിട്ട് ഒരു 1000 പേര്, 2000 പേര്, 5000 പേര് കണ്ടു എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതിൽ തന്നെ നമുക്ക് മാക്സിമൈസ് ട്രൂ പ്ലേ വ്യൂസ് ഉണ്ട്, ആ ഒരു ഓപ്ഷൻ ഉണ്ട്. 2 ടൈപ്പ് ഓഫ് ഇതുണ്ട്. അതിലേതാണോ വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യാം. ദെൻ നമ്മുടെ കോസ്റ്റ് ക്യാപ്പ് ആണ്. കോസ്റ്റ് ക്യാപ്പ് എപ്പോഴും നമ്മളൊരു നോർമൽ ബിറ്റ് എമൗണ്ട് ആയിട്ട് കൊടുക്കുക, ഒരു 10 10 താഴേക്കായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഇവിടെ കോസ്റ്റ് ക്യാപ്പ് നമുക്ക് കോസ്റ്റ് ക്യാപ്പ് തന്നെ ഇരുന്നോട്ടെ, ബെസ്റ്റ് ഫോർ ഗെറ്റിംഗ് ദ മോസ്റ്റ് വോളിയം. ഓക്കെ, ദെൻ നെക്സ്റ്റ് താഴേക്ക് വരിക. താഴേക്ക് വരുന്ന സമയത്ത് മെയിൻലി സെക്കൻഡ് സ്റ്റെപ്പിൽ ശ്രദ്ധിക്കേണ്ടത് ബഡ്ജറ്റ്, ഷെഡ്യൂള്, കോസ്റ്റ്, അതുപോലെ തന്നെ പ്ലേസ്, ഗോള് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ട്. എൻഡ് ഡേറ്റ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യാം. ഒരു 3 ഡേയ്സോ 5 ഡേയ്സോ കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ഒരു 5 ഡേയ്സ് എത്രയാണ് ഡേയ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ദെൻ താഴേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ലൊക്കേഷൻ അല്ലെ, ഞാനിപ്പോൾ ഓൾ കേരളയാണ് ഫിക്സ് ചെയ്യുന്നത്. സോ ഓൾ കേരള കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ഇപ്പോൾ ഒന്നിലധികം ലൊക്കേഷൻസ് കൊടുക്കണമെങ്കിൽ അതിലൊക്കെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കാലിക്കറ്റ്, കൊച്ചി, ട്രിവാൻഡ്രം അങ്ങനെ കൊടുക്കണമെങ്കിൽ മാനുവലി കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, കൺട്രി, റീജിയൻ ആൻഡ് സേവ്ഡ് ലൊക്കേഷൻസ് ഓപ്ഷൻസ് ഉണ്ട്. ചൂസ് ചെയ്യണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കൺട്രി കാണാൻ പറ്റും. അതിലിപ്പോൾ ഡ്രോപ്പ് പിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ആണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് കാണിക്കാം. ഇപ്പോ വടക്കാഞ്ചേരി എന്ന് പറയുന്ന ലൊക്കേഷൻ. ഓക്കെ, ഇവിടെ ഈ ഒരു കാണുന്ന ഏരിയയിൽ മാത്രമാണ് നിങ്ങളുടെ ആഡ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വരുന്ന സമയത്ത് തൃശ്ശൂർ ഏരിയ ആണ് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ തൃശ്ശൂർ ലൊക്കേഷനിൽ പോയിട്ട് പിൻകോഡ് വയ്ക്കാം. അപ്പൊ ആ ഒരു ഏരിയയിൽ മാത്രം നമ്മൾ ആഡ് പോകും. അപ്പൊ ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ കേരള അല്ല, കേരളത്തിലെ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ആഡ് റൺ ചെയ്യാം, ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതുപോലെ സെറ്റ് ചെയ്തിട്ട് നേരെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ ഏജ്, മിനിമം ഏജ് കൊടുക്കാം. മിനിമം ഏജ് ഞാൻ 25 മുതലാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിനനുസരിച്ച് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മലയാളം, നമ്മൾ കേരളത്തിലാണ് നമ്മുടെ ഓഡിയൻസ് ഉള്ളത് വെച്ചാൽ മലയാളികളാണെങ്കിൽ മലയാളം എന്നുള്ള ലാംഗ്വേജ് കൊടുക്കാം. ഇംഗ്ലീഷും ഹിന്ദിയും അതുപോലെ തന്നെ തമിഴൊക്കെ സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ ലൊക്കേഷനിലുണ്ട്. സോ അതുകൊണ്ട് അവരിലേക്ക് നമ്മൾ ആഡ് പോകണ്ടെങ്കിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് മലയാള ലാംഗ്വേജ് കൊടുക്കാം. ഓക്കെ, പലപ്പോഴും പല ആളുകളും ചെയ്യുന്നത് വെച്ചാൽ കോമൺ ആക്കി ഇടാറാണ്, അല്ലെങ്കിൽ സെലക്ട് ചെയ്യാറില്ല. എല്ലാ ആൾക്കാരും കണ്ടോട്ടെ, എല്ലാ ആൾക്കാരും നമ്മുടെ ഓഡിയൻസ് ആവണം എന്നില്ല. സോ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പണം വെറുതെ പോകും. ശേഷം സ്വിച്ച് ടു ഓഡിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ യൂസ് ഒറിജിനൽ ഓഡിയൻസ്, അതിൽ നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ ഓക്കെ, ജെൻഡർ സെലക്ട് ചെയ്യാം, മെൻ ആണോ വുമൺ ആണോ ഓൾ ആണോ എന്നുള്ളത്. ശേഷം ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് കൊടുക്കുക. ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗിൽ ഓക്കെ, ഓണേഴ്സ്, ബിസിനസ് ഓണേഴ്സ് ആണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ബിസിനസ്സിനനുസരിച്ചിട്ടുള്ള ഓഡിയൻസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, സ്മോൾ ബിസിനസ് ഓണേഴ്സ്, അതിനുശേഷം ഫൗണ്ടർ, CEO, എന്റർപ്രണർഷിപ്പ്, മാനേജിങ് ഡയറക്ടർ, ഇങ്ങനെയുള്ള കാറ്റഗറി കൊടുക്കുക. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ടാർഗറ്റിംഗ് ചെയ്യുക. യെസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട കറക്റ്റ് ആയിട്ടുള്ള ടാർഗറ്റിംഗ് കൊടുക്കുക. ഇതിൽ തന്നെ നമുക്ക് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റെയിൽ ആയിട്ടുള്ള ടാർഗറ്റിംഗ് ഓപ്ഷൻസ് കിട്ടും. ദെൻ താഴേക്ക് വരുന്ന സമയത്ത് ലാംഗ്വേജ് ഓൾറെഡി സെലക്ട് ചെയ്തു. പ്ലേസ്മെന്റ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞ് ചേഞ്ച് ചെയ്യാം. ആവശ്യമുള്ളത് മാത്രം കൊടുക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്, റീച്ചും കാര്യങ്ങളും ട്രൂ പ്ലേസ് ഒക്കെ. ദെൻ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് തേർഡ് സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഫസ്റ്റ് റീനെയിം ചെയ്യുക. നെയിം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, റീനെയിം ചെയ്യുക. ദെൻ നമ്മുടെ പേജ് നെയിം പ്രോപ്പർ ആയിട്ട് എൻ്റർ ചെയ്യുക. ഓക്കെ, പേജ് നെയിം എൻ്റർ ചെയ്യുക. പേജ് നെയിം എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എവിടേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടോ ആ പേജുകളൊക്കെ നമുക്ക് ഇവിടെ വരും.
ദെൻ ക്രിയേറ്റ് ആഡ്. നമ്മൾ എൻഗേജ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. എൻഗേജ്മെന്റിൽ യൂസ് ഓൺ യുവർ കണ്ടന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ് എടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ പേജിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള പോസ്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുപോലെ കിട്ടുള്ളൂ. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി നോക്കുന്ന സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും പോസ്റ്റ് ഉണ്ടോ നോക്കാം. അത് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, യെസ്, ഞാനൊരു പോസ്റ്റ് വീഡിയോ സെലക്ട് ചെയ്തു. ഞാൻ വീഡിയോ ആണ് സെലക്ട് ചെയ്യുന്നത്. വീഡിയോ കൊടുത്തു. ഓക്കെ, ഓൾറെഡി അപ്പോൾ എന്ത് ചെയ്തു, വീഡിയോയിലുള്ള ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. വീഡിയോ പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫേസ്ബുക്ക്, ഇത് ഇൻസ്റ്റാഗ്രാം ആണ്. അപ്പോൾ ഫേസ്ബുക്ക് നിന്നാണ് നിങ്ങളുടെ കണ്ടന്റ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് എടുക്കാം. ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് എടുക്കാം. ഓക്കെ, അതിനുശേഷം താഴെ വന്നു കഴിഞ്ഞാൽ കോൾ ടു ആക്ഷൻ, സെൻഡ് എ മെസ്സേജ്, വാട്സപ്പ് മെസ്സേജ്, അത് ഓൾറെഡി ഡിഫോൾട്ട് അതിൽ വന്നിട്ടുണ്ട്. സോ നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നില്ല, കിടന്നോട്ടെ. ചേഞ്ച് ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ദെൻ താഴേക്ക് വരുന്ന സമയത്ത് കൺവേർഷൻ, ആരെങ്കിലും മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരിക. ഓൾറെഡി ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അതിൽ ഡിഫോൾട്ട് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അഡ്വാൻസ്ഡ് സെറ്റപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ എടുക്കാം. മാക്സിമം എഡിറ്റ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നില്ല, വേണമെങ്കിൽ മാത്രം നിങ്ങൾ സെറ്റ് ചെയ്യുക. കാരണം ഓരോ ടൈപ്പ് ഓഫ് ബിസിനസ്സിനനുസരിച്ച് മാറും. സോ അത് ഞാൻ ഒരിക്കലും നിങ്ങളോട് ഇത് തന്നെ ചെയ്യണമെന്ന് പറയില്ല. ഓക്കെ, നിങ്ങളുടെ നീഡ് അനുസരിച്ചിട്ടും ടൈപ്പ് ഓഫ് ബിസിനസ്സിനനുസരിച്ചിട്ടും ചേഞ്ച് ആക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഓരോ സ്റ്റെപ്പും ഒന്നുകൂടെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. നമ്മൾ എൻ്റർ ചെയ്ത കാര്യങ്ങൾ, കൊടുത്ത റിക്വയർമെന്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നോ. കാരണം നമ്മൾ എന്ത് കൊടുക്കുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും മെറ്റ AI നമുക്ക് വേണ്ട ഈ ഒരു ആഡ് കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റെപ്പും പ്രോപ്പർ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യുക. സ്റ്റെപ്പ് 1 കറക്റ്റ് ചെക്ക് ചെയ്യുക, അതിനുശേഷം സ്റ്റെപ്പ് 2 കറക്റ്റ് ചെക്ക് ചെയ്യുക. എല്ലാം കറക്റ്റ് ആയിട്ടാണോ ഞാൻ എൻ്റർ ചെയ്തിട്ടുള്ളത്, പ്രോപ്പർ ആയിട്ടാണോ കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ നോക്കിയതിന് ശേഷം തേർഡ് സ്റ്റെപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, പബ്ലിഷ് ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുക. പബ്ലിഷ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഡ് റൺ ആവുന്നതായിരിക്കും. ഒരു 2-3 അവേഴ്സിനുള്ളിലായിട്ട് എല്ലാ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ആഡ് റൺ ആവുന്നതായിരിക്കും. ദെൻ നമ്മുടെ ഇതിന്റെ റിസൾട്ട് കാണുന്നത് നിങ്ങളുടെ ആഡ്സ് മാനേജർ ഡാഷ്ബോർഡിലും, അതുപോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത പോസ്റ്റ് നിങ്ങൾ ഡയറക്റ്റ്ലി ഫേസ്ബുക്കിൽ പോയി കഴിഞ്ഞാൽ അതിലും നിങ്ങൾക്ക് ഇതിന്റെ ഇന്ററാക്ഷൻസും കമന്റും ഇംപ്രഷൻസും ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് പബ്ലിഷ് ചെയ്ത് നോക്കാം അല്ലെ. അതിന് മുന്നേ നമുക്ക് ഈ ഒരു പോസ്റ്റ് എവിടേക്കാണ് റൺ ചെയ്തിട്ടുള്ളത്, ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം എക്സ്പ്ലോറർ, ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് ഇവിടെ കാണിച്ചു, അതുപോലെ തന്നെ ഫീഡ്, ഇവിടെ ഒക്കെ നമ്മുടെ ഈ ഒരു ആഡ് വീഡിയോ ലൈവ് ആയിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കും വരിക. 21K ലൈക്ക്, കമന്റ്, ഷെയർ ഇതുപോലെ വരും. ദെൻ നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലോ, പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒഫീഷ്യലി നമ്മൾ ഈ കൊടുത്ത എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ആവും. ഓക്കെ, പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാം നമ്മുടെ ആഡ് കറക്റ്റ് ആയിട്ട് റൺ ആവുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കൂടുതൽ റിസൾട്ട് കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ ആഡ്സ് മാനേജറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഓരോരുത്തരുടെ ആഡ്സ് മാനേജർ ഓപ്പൺ ചെയ്താലായിരിക്കും കാണാം. ഓക്കെ, ഇതിപ്പോ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ള എൻ്റെ ആഡ്സ് മാനേജറാണ്. ഓക്കെ, ഞാൻ ഒരുപാട് ആഡ്സ് മാനേജർ യൂസ് ചെയ്യുന്നുണ്ട്, അതിൽ വൺ ഓഫ് ദ ഡാഷ്ബോർഡാണിത്. ഓക്കെ, അപ്പൊ ഇതിലിവിടെ പ്രോസസ്സിങ്ങിലാണുള്ളത്. ഓക്കെ, എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇനി ഇത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ റിസൾട്ട് എടുക്കണമെങ്കിൽ ചാർട്ട് ഓപ്ഷൻ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു ആഡ് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കമന്റ് ചെയ്യാം, മെസ്സേജ് അയക്കാം. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിത്ത് SVA ഫോർമുല ബേസ്ഡ് മാർക്കറ്റിംഗിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഈ ട്രെയിനിങ് പ്രോഗ്രാംസിൽ നമുക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിനെ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രോസസ്സും കൂടെ നമ്മളിതിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കമന്റ് ചെയ്യുക, നമ്പറിൽ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ലെസണുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.